നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കേരള പോസ്റ്റ് ഓഫീസ് 2024 GDS ഗ്രാമീൺ ഡാക് സേവകിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. പോസ്റ്റ് മാസ്റ്റർ, ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ഡാക് സേവക് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 44,228 വേക്കൻസീസാണ് വന്നിട്ടുള്ളത്. ഇതിൽ കേരളത്തിൽ വേക്കൻസി വന്നിട്ടുള്ളത് 2,433 വേക്കൻസീസാണ് കേരളത്തിലുള്ളത്. അത് മലയാളം അറിയുന്നവർക്ക് മാത്രമാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുക. കേരളത്തിലെ വേക്കൻസീസ് 2,433 വേക്കൻസീസിൽ UR വേക്കൻസി, ജനറൽ വേക്കൻസി 1,326, OBC 551, SC 190, ST 44, EWS 255, അതുപോലെ ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിൻ്റെ A കാറ്റഗറി 12, B കാറ്റഗറി 26, C കാറ്റഗറി 25, അതുപോലെ DE കാറ്റഗറി 4. അങ്ങനെ ടോട്ടൽ 2,433 വേക്കൻസീസാണ് വന്നിട്ടുള്ളത്. ഇത് ഗ്രാമീൺ ഡാക് സേവക് പോസ്റ്റുകളാണ്. അപ്പം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ 10ാം ക്ലാസ്സാണ്. 10th പാസ്സായ ആർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഓൺലൈനാണ് അപ്ലൈ ചെയ്യുന്നത്. 15 ജൂലൈ 2024 മുതൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഗ്രാമീൺ ഡാക് സേവക് ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ ജൂലൈ 2024. ഇതാണ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ അതിലേക്ക് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ഡാക് സേവക് ഈ പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ 15 ജൂലൈ മുതൽ ആഗസ്റ്റ് 5, 2024 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ 10th പാസ്സായ ആർക്കും അപേക്ഷിക്കാവുന്നതാണ്. 10ാം ക്ലാസ് പാസ്സായി അപേക്ഷിക്കാം. 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ ബേസിലായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ വരിക. അപ്പോൾ ഇതിന് എക്സാം ഒന്നും ഉണ്ടാകുന്നതായിരിക്കില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കിൻ്റെ ബേസിൽ അവർ സെലക്ട് ചെയ്ത് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുകളിൽ തന്നെ ജോബ് കിട്ടുന്നതായിരിക്കും, നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതിന് വേണ്ട അലവൻസ് സാലറി വരുന്ന ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിൻ്റെ സാലറി സ്കെയിൽ വരുന്നത് 12,000 മുതൽ 29,380 ഡാക് സേവക് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിൻ്റെ 10,000 മുതൽ 24,470 ഇതിൻ്റെ സ്കെയിൽ വരുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റാണ്, അപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വെച്ചിട്ടാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇത് കൂടാതെ തന്നെ SC ST ആണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ വയസ്സളവ് ലഭിക്കുന്നതായിരിക്കും. 45 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. OBC ആണെങ്കിൽ 3 വർഷം, അതായത് 43 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനും നിങ്ങളുടെ വയസ്സളവ് ലഭിക്കുന്നതായിരിക്കും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ 10th പാസ്സാണ്. മാത്സും ഇംഗ്ലീഷും നിങ്ങൾ 10th പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ മലയാളത്തിൽ ഇപ്പോൾ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾ അപ് ടു 10th സ്റ്റാൻഡേർഡ് വരെ നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾ കേരളത്തിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മലയാളം അറ്റ്ലീസ്റ്റ് അപ് ടു 10th സ്റ്റാൻഡേർഡ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് അപ്ലൈ ചെയ്യേണ്ടത് indiapost.gds.online.in ഈ ഒരു സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അവർ പറയുന്ന പോലെ തന്നെ മെറിറ്റ് ലിസ്റ്റ്, മാർക്സ് ഒബ്റ്റെയിൻഡ്, അതായത് നിങ്ങൾ ഗ്രേഡോ എങ്ങനെയാണോ മാർക്സ് അതിൻ്റെ ബേസിലായിരിക്കും സെലക്ഷൻ. അപ്പോൾ ഗ്രേഡ് ആയവർ എങ്ങനെയാണ് ഇതിൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് GDS ഓൺലൈൻ എൻഗേജ്മെൻറ്റ് വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാ സ്റ്റേറ്റിൻ്റെ വേക്കൻസീസ് കാണാം. ഇതിൽ 12 നമ്പറിൽ കേരള കാണാം. നിങ്ങൾ കേരള ക്ലിക്ക് ചെയ്താൽ കേരളത്തിൻ്റെ പേജിലേക്കാണ് പോകുന്നത്. ഇതിൽ കേരള സർക്കിളിൽ എവിടെയൊക്കെയാണ് വേക്കൻസീസ്, ആ സർക്കിളിൻ്റെ വേക്കൻസീസ് ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നതാണ് നിങ്ങൾക്ക് ജൂലൈ 2024 ടോട്ടൽ നമ്പർ ഓഫ് പോസ്റ്റ് 44,228 കാണാം. ഇനി ഇതിൽ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാൻഡിഡേറ്റ്സ് കോർണറിൽ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഡിസ്ക്രിപ്റ്റീവ് നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടാം. അതുപോലെ തന്നെ ഓരോ സർക്കിളിലും പോസ്റ്റ് വേക്കൻസീസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഏതൊക്കെ സർക്കിളിലേക്കാണ് നേരത്തെ നമ്മൾ നോക്കിയ വേക്കൻസീസും കാണാവുന്നതാണ്. അത് കഴിഞ്ഞ് സ്റ്റേജ് 1 രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഇതിലൂടെയാണ്. രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. മൊബൈൽ നമ്പറും ഡീറ്റെയിൽസും, ഇമെയിൽ ID, അപ്ലിക്കൻ്റ് നെയിം, ഫാദർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ സർക്കിൾ ഇൻ വിച്ച് സെക്കൻഡറി സ്കൂൾ പാസ്ഡ്, ഇയർ ഓഫ് പാസ് ഇൻ സെക്കൻഡറി സ്കൂൾ, അതെല്ലാം വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. മൊബൈൽ നമ്പറും ഇമെയിലും ഒക്കെ വാലിഡേറ്റും ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഓൺലൈനായിട്ടും അപ്ലൈ ചെയ്യേണ്ടതാണ്. സ്റ്റേജ് 2 അപ്ലൈ ഓൺലൈൻ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇതിൽ കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ മാർക്കും നേരത്തെ കിട്ടിയ രജിസ്ട്രേഷൻ നമ്പറും ഏത് സർക്കിളാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അതൊക്കെ വെച്ച് നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസും ഫില്ല് ചെയ്യും.